ശ്രീ ഇൻസൈറ്റ് ഓഫ് ടാരോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് ഒരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് നോക്കുന്നത്. നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടും നിങ്ങളുടെ തേർഡ് പാർട്ടിയോടും എന്താണ് മനോഭാവം, അതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. പിന്നെ ഔട്ട്കം എന്താണ്, പിന്നെ ഫ്യൂച്ചർ വരുന്നത്, ഇതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇത് ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും റെസനേറ്റ് ആവില്ല. റെസനേറ്റ് ആവുന്നവരെടുക്കുക, അല്ലാത്തവർ വിട്ടേക്കണം. അതുപോലെ തന്നെ മെയിൽ ഓർ ഫീമെയിൽ എല്ലാവർക്കും ഇത് കാണാം. അതുപോലെ നമുക്ക് ടൈംലെസ് ആണ്. നിങ്ങളുടെ കൈകളിൽ എപ്പോൾ എത്തുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആകുന്നതാണ്. പിന്നെ ചാനലിൻ്റെ കാര്യം അറിയാമല്ലോ, ലൈക്ക്, കമൻറ്റ്, ഷെയർ, അതുപോലെ തന്നെ ഹൈപ്പ്, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരെ ഒക്കെ ചെയ്ത് കാണണം. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഓക്കെ, നമുക്കിന്ന് കിട്ടിയിരിക്കുന്ന കാർഡ് തേർഡ് പാർട്ടിയുടെയാണ് ആദ്യം നമ്മൾ നോക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് തേർഡ് പാർട്ടിയോടുള്ള ഒരു മനോഭാവം എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ബർഡനാണ്. ഇപ്പോൾ വല്ലാത്തൊരു ഹെവിനെസ് തോന്നുന്നു. എന്ന് വെച്ചാൽ ഒരു കാരണവശാലും പിന്നെ ആ ഒരു ഭാരം, അതൊരു വലിയ ഭാരമായിട്ടാണ് അനുഭവപ്പെടുന്നത്. സന്തോഷങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇവിടെ സന്തോഷമൊന്നും അല്ല കാണുന്നത്. എന്നാൽ ഈ ഹെവിനെസ്സിലും ഒരു പിന്നെ ഗ്രോത്തൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ച് കുറേ കാലം കാത്തിരുന്നു, അല്ലെങ്കിൽ അതിനനുസരിച്ച് പ്രവർത്തിച്ചു എന്നൊക്കെ കാണിക്കുന്നുണ്ട്. എന്നാലും ഇവിടെ എപ്പോഴും ഒരു പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലുള്ള ഒരു വഴക്കുകൾ, കയ്യാങ്കളികൾ, അങ്ങനെയൊക്കെയുള്ള കുറേ പ്രശ്നങ്ങൾ, വാക്ക് തർക്കങ്ങൾ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ മഥിക്കുന്നു നിങ്ങളുടെ വ്യക്തിയെ എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ തീരുമാനങ്ങൾ രണ്ടുപേരും കൂടി എടുക്കേണ്ട ചില തീരുമാനങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ തീരുമാനങ്ങളൊന്നും തന്നെ കൃത്യമായിട്ട് വരിക്കില്ല. അതെല്ലാം തന്നെ ഡിഫെൻഡ് ചെയ്ത് അവർ നിൽക്കുന്നു എന്നുള്ളതാണ്. അതായത് തേർഡ് പാർട്ടി പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ വ്യക്തി അംഗീകരിക്കണം, അല്ലാത്ത ഒന്നും അവർ ഉൾക്കൊള്ളില്ല. അവർ പറയുന്നതാണ് കറക്റ്റ്, അത് ആ കാര്യങ്ങളിലുള്ള പിന്നെ അത് ശരിയാണ്, ഞാൻ പറയുന്നതാണ് ശരി, ആ രീതിയിലുള്ള മനോഭാവമാണ് അത് നിങ്ങളുടെ വ്യക്തിയെ വല്ലാതെ മാനസികമായിട്ട് തകർത്തിരിക്കുന്നു എന്നാണ്. അപ്പോൾ ഇവിടെ ഒരു ഡെത്ത് കാർഡ് വന്നിട്ടുണ്ട്. ഡെത്ത് കാർഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു മിസറബിളായിട്ടുള്ള ഈ കാര്യങ്ങളാണ്, ഇതൊക്കെ മിസറബിളായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾക്ക് സ്വസ്ഥതയില്ല, സമാധാനമില്ല, നമ്മൾ പറയുന്നതിനൊരു വിലയില്ല, അംഗീകാരമില്ല എന്നൊക്കെയുള്ള ആ അവസ്ഥകൾ വരുമ്പോൾ മാനസികമായി തകർന്നിരിക്കുന്ന ആ അവസ്ഥയ്ക്ക് ഇവിടെ ഒരു ചേഞ്ച് വരാൻ പോകുന്നു എന്നാണ്. അതായത് എൻഡിങ്സ് ആണ് കാണിക്കുന്നത്. എൻഡിങ്സ് എന്ന് പറഞ്ഞാൽ ഈ വ്യക്തിയെ വിട്ടുപോയി എന്നിട്ട് തിരിച്ചു വരുന്നു, അങ്ങനെയല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ വ്യക്തി അവിടെയുണ്ട്. വ്യക്തിയുടെ ബന്ധം എന്ന് പറഞ്ഞാൽ വളരെ അധികാരമുള്ള ഒരു ബന്ധമാണ് കാണിക്കുന്നത്. അധികാരം എന്ന് പറയുമ്പോഴത്തേന് ഫാമിലി ആയിരിക്കണം, അല്ലേ? ഫാമിലി ആകുമ്പോഴാണല്ലോ അത്രയും അധികാരം കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ആ അധികാരമുള്ള ബന്ധമായതുകൊണ്ട് തന്നെ അവരെ വിട്ടുപോരാൻ അല്ലെങ്കിൽ അവർക്ക് കഴിയില്ല എന്നുള്ളതാണ്. വിട്ടുപോരാൻ കഴിയാത്ത അത്രയും മാനസിക അടുപ്പം ഇവർ തമ്മിൽ ഉണ്ടായിരുന്നു ഒരു കാലത്ത്. എന്നാൽ ഇപ്പോൾ മാനസികമായ ഐക്യം ഇല്ലാതായതോടുകൂടി മനസ്സിൽ നിന്ന് അത് മാഞ്ഞു പോയിരിക്കുന്നു. അപ്പോൾ ഇവിടെ അതിന് ഒരവസാനം വന്നിരിക്കുന്നു എന്നാണ്. മനസ്സുകൊണ്ട് നമ്മളൊരാളെ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോവുകയും ചെയ്യുമ്പോൾ മാത്രമാണ് ജീവിത വിജയം എന്ന് പറയാൻ പറ്റുള്ളൂ. ഇവിടെ അതില്ല, ജീവിത വിജയമില്ല. പകരം ജീവിതത്തിൽ കുറേ മിസറബിളായിട്ടുള്ള കുറച്ച് കണ്ടീഷൻസ്, അങ്ങനെയുള്ള കുറേ അനുഭവങ്ങളാണ് നിങ്ങളുടെ വ്യക്തിക്ക് കിട്ടിയിരിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെയാണ് കൊണ്ടുപോകുന്നത്. അത് വളരെയധികം ബോറടിപ്പിക്കുന്നു, അല്ലെങ്കിൽ മാനസികമായിട്ട് തകർന്നിരിക്കുന്നു, അല്ലെങ്കിൽ അകന്നു നിൽക്കുന്നു എന്ന് കാണിക്കുന്നു. നെക്സ്റ്റ് കാർഡ് കാണിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഈ കാർഡ്, അതുകൊണ്ട് സ്റ്റാറാണ് പിന്നെ കാർഡ് വന്നിരിക്കുന്നത്. അപ്പം സ്റ്റാർ കാർഡ് വരുമ്പോൾ വളരെ പ്രതീക്ഷയുണ്ട്, ലൈഫിൽ വളരെ പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ എന്ന് പറയുമ്പോൾ പിന്നെ ഇതൊക്കെ ആണെങ്കിലും ഇതൊക്കെ തരണം ചെയ്ത് എനിക്കെൻ്റെ ജീവിതത്തെ ഞാൻ മുന്നോട്ട് കൊണ്ടുപോയി പച്ചപിടിക്കും, അല്ലെങ്കിൽ ഞാൻ കരുപിടിപ്പിക്കും എന്നുള്ള ആ ഒരു ഉറച്ച വിശ്വാസമുണ്ട്. അതിനായി മെഡിറ്റേഷൻ ചെയ്യുന്നു, മാനിഫെസ്റ്റ് ചെയ്യുന്നു, കുറച്ച് പിന്നെ വളരെയധികം ക്ഷമയോടെയും സഹനശക്തിയോടുകൂടിയും ഇരിക്കുന്നു. അവിടെ പ്രാർത്ഥനകൾ, വഴിപാടുകൾ, കാര്യങ്ങൾ നടത്തുന്നു, അതോടൊപ്പം മാനിഫെസ്റ്റ് ചെയ്യുന്നു, മെഡിറ്റേഷൻ ചെയ്യുന്നു. ഇതൊക്കെയാണ് കാണിക്കുന്നത്. അപ്പം ഒരു പ്രതീക്ഷയുണ്ട് ലൈഫിൽ, ഞാനിതിനെ തരണം ചെയ്യും, ഇതൊക്കെ ശരിയാകും, മാറും എന്നൊക്കെയുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ അത് അടുത്ത കാർഡ് വന്നിരിക്കുന്നത് 6 ഓഫ് സോർഡ്സ് ആണ്. അപ്പോൾ ഇതിനെയെല്ലാം ഓവർകം ചെയ്ത് മുൻപോട്ട് പോകും എന്നാണ് കാണിക്കുന്നത്. ഇവിടെ എന്തെല്ലാം തലകുത്തി മറിഞ്ഞ് നിന്ന് വിഷമങ്ങൾ ഉണ്ടാക്കിയാലും അതെല്ലാം തന്നെ കണ്ടില്ലെന്ന് നടിച്ച് തന്നെ എന്ത് സ്ട്രഗിൾസ് വന്നാലും അതിനെയൊക്കെ ഓവർകം ചെയ്ത് പിന്നെ മുൻപോട്ട് പോകുന്നു എന്നാണ് നമുക്ക് ഈ കാർഡ് കാണിക്കുന്നത്. അവിടെ വളരെ പ്രോഗ്രസ് കാര്യങ്ങൾ വരികയും ചെയ്യുന്നുണ്ട് എന്നാണ്. പിന്നെ
ഒരുപാട് നമ്മൾ സഹിച്ചും വേദന അനുഭവിച്ചും ഒക്കെ ജീവിക്കുമ്പോൾ കുറേ കാലം കഴിയുമ്പോൾ അതിനൊക്കെ ഒരു മാറ്റം വരും. ആ മാറ്റം അത് നമ്മളെ ശീലമാണ് അല്ലേ? നമ്മൾ പല കാര്യങ്ങളും പറയാറുണ്ട്, അങ്ങനെ ശീലമാണ്. എല്ലാം ശീലിച്ചു കഴിഞ്ഞാൽ എല്ലാം എളുപ്പമാണ്. അപ്പോൾ ഇവിടെ നല്ല ഒരു പ്രതീക്ഷയാണ്. അതുപോലെ തന്നെ പ്രോഗ്രസ് വരുന്നു എന്നാണ്. ഈ ഒരു കാര്യത്തിൽ പ്രോഗ്രസ് വരുന്നു എന്നാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത കാർഡ് വരുന്നത് ഇവിടെ ടീം വർക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് അവനവൻ്റെ കാര്യം നോക്കിയിരിക്കുന്നു ഇപ്പോൾ എന്നാണ്. അവനവൻ്റെ കാര്യം നോക്കുക എന്ന് പറഞ്ഞാൽ ബിസിനസ് ആയിരിക്കാം, അല്ലെങ്കിൽ കരിയർ ആകാം, ഫിനാൻസ്, അത്തരം കാര്യങ്ങളിലൊക്കെ ടീം വർക്കോട് കൂടി തന്നെ കാര്യങ്ങൾ കൊണ്ടുപോകുന്നു. അതോടൊപ്പം പിന്നെ ഫിനാൻസ് അതുപോലുള്ള കാര്യങ്ങൾ അതിലൊക്കെ വിജയിച്ചിരിക്കുന്നു എന്നാണ്. അതിലൊരു സെക്യൂരിറ്റി വന്നിരിക്കുന്നു എന്നാണ് നമുക്കിവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ലോങ് ടൈം സക്സസ്, ഇതുകൊണ്ട് നമുക്ക് ഉദ്ദേശിക്കുന്നത് ലോങ് ടൈം സക്സസ് ആണ്. അവിടെ അതിൽ ഫാമിലി കൂടെ ഉൾപ്പെടുത്തും എന്നാണ്. ഫാമിലിയെ കൂടെ ഉൾപ്പെടുത്താതെ നമുക്കൊരു സക്സസ്സും ഇല്ല ജീവിതത്തിൽ. അപ്പോൾ ഇവിടെ ഫാമിലി ഇവിടെ സക്സസ് ആയിട്ട് വരുന്നു എന്നാണ്. സക്സസ് ആയിട്ട് വരും എന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ ക്യൂൺ ഓഫ് പെൻറ്റക്കിൾസും വരുന്നുണ്ട്. അപ്പോൾ അവിടെ നല്ല പ്രതീക്ഷയിലാണ് നിങ്ങളുടെ വ്യക്തി ഇരിക്കുന്നത്. എന്തെല്ലാം പ്രശ്നങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ നാളെ അത് ശരിയാകും എന്ന രീതിയിലാണ് ഇരിക്കുന്നത്. ഇവിടെ 9 ഓഫ് കപ്സും വന്നിട്ടുണ്ട്. കുടുംബത്തോട് വളരെ സ്നേഹമൊക്കെ ഉള്ള ഒരു വ്യക്തി തന്നെയാണ്. അവിടെ വിജയം കൈവരിക്കും എന്നാണ്. എന്നാൽ ഇവിടെ ഇതൊക്കെ ആണെങ്കിൽ പോലും നമുക്കിവിടെ വേറൊരു കാർഡ് കിട്ടിയിരിക്കുന്നത് 2 ഓഫ് കപ്സിൻ്റെ ഒരു കാർഡ് വന്നിട്ടുണ്ട്. അതുപോലെ ഇവിടെ 6 ഓഫ് കപ്സിൻ്റെ ഒരു കാർഡ് വന്നിട്ടുണ്ട്. പിന്നെ ചാരിയറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു വ്യക്തിക്ക് ഒരു പിന്നെ സ്നേഹം എന്ന് പറയുന്നത് നിങ്ങളോടാണെന്നാണ് കാണിക്കുന്നത്. അതായത് നിങ്ങൾ സോൾമേറ്റാണ് എന്ന് എടുത്തെടുത്ത് കാണിക്കുന്നുണ്ട്. ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് വന്നിരിക്കുന്നതെങ്കിലും അതിനെ അതിജീവിച്ചും വിജയിപ്പിച്ചും കൊണ്ടുപോകും. കാരണം കുടുംബമാണ്, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ബന്ധങ്ങളൊക്കെ ആകുമ്പോൾ അതങ്ങനെ കൊണ്ടുപോകാൻ കഴിയുള്ളൂ. എന്നാൽ ഇവിടെ ഇത് കാണിക്കുന്നത് സോൾമേറ്റാണ് നിങ്ങൾ എന്നാണ്. ഇത് നിങ്ങളെ ഉദ്ദേശിച്ചിട്ടുള്ള കാർഡ്സാണ് വരുന്നത്. അപ്പോൾ 6 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. 6 ഓഫ് കപ്സ് വന്നിരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള, അഡോറബിൾ ആയിട്ടുള്ള ഒരു സ്നേഹം നിങ്ങളോടുണ്ട് എന്നാണ്. ഇവിടെ എന്തെല്ലാമാണ്, നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയായിരിക്കാം, ഇപ്പോൾ പിരിഞ്ഞിരിക്കുകയായിരിക്കാം, ചിലപ്പോൾ സംസാരം പോലും ഉണ്ടാവില്ല, എങ്കിലും ഇത് അവിടെ നടക്കുന്നു. അപ്പോൾ ഇതാണ് ഈ ആളുടെ പ്രതീക്ഷ എന്ന് പറയുന്നത്. ഇവിടെ ഇത്രയും ബുദ്ധിമുട്ടുകൾ ഫസ്റ്റ് കാർഡൊക്കെ നമ്മൾ കണ്ടപ്പോൾ, അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുമായിട്ടുള്ള ബന്ധത്തിൽ ആ രീതിയിലുള്ള വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇവിടെ നമ്മളൊരു നല്ല പ്രതീക്ഷ കണ്ടു. എല്ലാത്തിനെയും നമ്മൾ പിന്നെ മൂവിങ് ഫോർവേഡ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ അതിനെയൊക്കെ അതിജീവിച്ച് വരുന്നതായിട്ട് കണ്ടു. അപ്പോൾ ഇവിടെ നല്ലൊരു പ്രതീക്ഷ, മാനിഫെസ്റ്റേഷൻ കാര്യങ്ങൾ ഇതെല്ലാം ചെയ്യുന്നത് നിങ്ങളെക്കുറിച്ച് ഓർത്തിട്ടാണ് നമുക്കിവിടെ വ്യക്തമായിട്ട് കാണിക്കുന്നത്. അപ്പോൾ അതാണ് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴുടെ മനസ്സിൻ്റെ സന്തോഷം എന്ന് പറയുന്നത്. ബാക്കി ബഡൻസ് എല്ലാം അവിടെ തൽക്കാലത്തേക്ക് ഉപേക്ഷിച്ചിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. ദ ചാരിയോട്ട് വന്നിട്ടുണ്ട് ഡിറ്റർമൈൻഡ് ആൻഡ് സക്സസ്ഫുൾ ലവ് എന്നാണ്. അവിടെ വളരെ സക്സസ് ആയിട്ടുള്ള, ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള ഒരു സ്നേഹം നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വന്നിരിക്കുന്നത് 2 ഓഫ് വാൻസ് ആണ്. നിങ്ങളുടെ ഇപ്പോൾ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സ്നേഹമുണ്ട് എന്ന് കാണിക്കുന്നു. എന്ന് വെച്ചാൽ അട്രാക്ഷൻ കൂടുന്നുണ്ട് നിങ്ങളോട്. കാരണം ഒരുപാട് അങ്ങ് മാറി ഒക്കെ ഇരുന്ന് എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ നിങ്ങൾ ഇനി വീണ്ടും ഒരു ന്യൂ പിന്നെ ബിഗിനിങ് വരാൻ ഉള്ള സാധ്യതകൾ കാര്യങ്ങൾ ഒക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ അതോടൊപ്പം തന്നെ നിങ്ങളോടുള്ള മമത കൂടുന്നു, ഒരു ന്യൂ സ്പാർക്ക് ഉണ്ടാകുന്നു. നിങ്ങൾ കുറച്ച് നാൾ മാറി ഇരുന്നു, ബ്രേക്കപ്പായിരുന്നു, അല്ലെങ്കിൽ അതേമാതിരിയുള്ള വിഷയങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. ആ അവസ്ഥയിലാണ് നിങ്ങളെ ശരിക്കും മനസ്സിലാക്കിയിരിക്കുന്നത്. ആ അവസ്ഥയിൽ നിങ്ങളോട് വളരെയധികം ഒരു ബഹുമാനം, സ്നേഹം, ഒരു വല്ലാത്തൊരു സ്പാർക്ക്, അട്രാക്ഷൻ ഒക്കെ തോന്നുന്നു എന്നാണ് കാണിക്കുന്നത്. ന്യൂ ബിഗിനിങ് വരുന്നുണ്ട്. അപ്പം നിങ്ങളുമായിട്ട് ഇതുവരെ മാറിയിരുന്നു എങ്കിൽ ആ മാറിയിരുന്നതിനെല്ലാം കാരണമുണ്ട് എന്നാണ്. ആ കാരണം എന്ന് പറയുന്നതാണ് നമ്മളുടെ പിന്നെ ഈ തേർഡ് പാർട്ടിയുമായിട്ടുള്ള ആ ചില വിഷയങ്ങൾ, പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വരുമ്പോൾ മാനസികമായിട്ട് തകരുമ്പോൾ എല്ലാവരും അങ്ങനെ തന്നെയാണല്ലോ. കുറച്ച് മാറിയൊക്കെ അതിലൊക്കെ സംസാരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥകളൊക്കെ ഉണ്ടായിരുന്നു എന്ന് കാണിക്കുന്നത്. എന്നാൽ നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ് വരുന്നു എന്നാണ്. ഇവിടെ ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു സ്നേഹമാണ് കാണിക്കുന്നത്. അറിയാം ഇത്രയും ക്രിട്ടിക്കലായിട്ടുള്ള ചില വിഷയങ്ങൾ ഇവിടെ വരുമ്പോൾ
തീർച്ചയായിട്ടും നിങ്ങളുമായിട്ടുള്ള സ്നേഹം എന്ന് പറയുന്നത് അവിടെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു ലൈഫാണ്. വളരെ അത് കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ സഹിക്കേണ്ടി വരും എന്നുള്ളതാണ്. ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചലഞ്ച് ചെയ്യേണ്ടി വരും, പല കാര്യങ്ങളുണ്ടാവും. അത് അതിജീവിക്കും എന്നാണ്, നമ്മൾ നേരത്തെ ഒരു കാർഡ് കണ്ടു, അതിനെ അതിജീവിക്കും എന്നാണ്. ഇവിടെ സണ്ണാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളാണ് ഈ വ്യക്തിയുടെ ജീവിതത്തിലെ സൺ എന്നാണ് നമുക്കിവിടെ കാണിക്കുന്നത്. അപ്പോൾ കാര്യങ്ങളെല്ലാം കൈവിട്ടു പോകാതെ തന്നെ നിലനിർത്തിക്കൊണ്ട് തന്നെ നിങ്ങളിലേക്ക് ഒരു പുതിയ പിന്നെ പ്രതീക്ഷ വെച്ച് അത് വിജയിപ്പിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് നിങ്ങളുടെ വ്യക്തി എന്നാണ് നമുക്ക് വ്യക്തമായിട്ട് ഇവിടെ കാർഡ്സ് നമുക്ക് തന്നിരിക്കുന്നത് സന്ദേശങ്ങൾ. ഓക്കെ, അപ്പം നമുക്ക് നിങ്ങളുടെ ആ ഒരു, അതായത് സോൾമേറ്റ്, ടിൻ ഫ്ലെയിം, പാസ്റ്റ് ലൈഫ് ബന്ധങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര തന്നെ അകറ്റി നിന്നാലും അകന്ന് നിന്നാലും എത്ര അതിന് ശ്രമിച്ചാലും അതൊന്നും നടക്കില്ല എന്നുള്ളതാണ്. അത് നടക്കാൻ കഴിയില്ല. അത് നടക്കാതെ വീണ്ടും 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 അത് നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്തു വരും എന്നാണ് നമുക്ക് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇന്ന് കിട്ടിയിരിക്കുന്നത്, നിങ്ങളുടെ ബന്ധം എന്താണ് എന്ന് എനിക്കറിയില്ല. എന്ത് ബന്ധമാണെങ്കിലും എടുത്തോളൂ. അത് ഏത് ബന്ധമാണെങ്കിലും നിങ്ങൾക്കൊരു തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ മാത്രം ഇത് കാണുക. കാരണം അതിനകത്ത് നമ്മൾ കൊടുക്കുന്നുണ്ട് ആദ്യം തന്നെ തേർഡ് പാർട്ടി എന്ന് നമ്മൾ പിന്നെ നമ്മൾ അത് പറഞ്ഞ് ഒക്കെ തന്നിട്ടാണല്ലോ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഇത് തേർഡ് പാർട്ടി ഉണ്ടോ ഇല്ലേ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആ ക്യാപ്ഷൻ കാണുമ്പോൾ അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങളിത് കണ്ടാൽ മതി എന്ന് പറയാൻ കാരണം, നമ്മളുടെ ജീവിതത്തിലേക്ക് നെഗറ്റീവ്സിനെ ഒന്നും തന്നെ അട്രാക്റ്റ് ചെയ്യാതിരിക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതാണ് എപ്പോഴും. അതെ, കാരണം അങ്ങനെ ഒരു ലൈഫിലുണ്ട് എങ്കിൽ മാത്രം അതെടുത്താൽ മതി. അല്ലെങ്കിൽ അത് നിങ്ങളുടേതല്ല ഈ റീഡിങ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു യൂണിവേഴ്സ്.